ദൈവത്തിൻ്റെ അത്ഭുതനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. സത്യവേദ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിലൊന്നാണ് വെളിച്ചം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മിലുണ്ടാകേണ്ട നന്മയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഇരുൾ മൂടിയ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ടാണ് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. വെളിച്ചത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെളിച്ചത്തിന് മുഖപക്ഷമില്ല എന്നത്. വെളിച്ചത്തിന് വലിപ്പ ചെറുപ്പമില്ല, എല്ലാറ്റിനെയും ഒരുപോലെ വെളിവാക്കുന്നു. അതായത് മുന്നോട്ടുള്ള പാതയിൽ നാം എല്ലാവരും സ്വന്തം സഹോദരനായി കണ്ട് വേർതിരിവുകളും വൈരാഗ്യങ്ങളുമില്ലാതെ ഐക്യത്തിൽ മുന്നേറണം. വെളിച്ചത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇത് നല്ലൊരു വഴികാട്ടിയാണ്. തുറമുഖങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ് വെറും ഒരു പ്രകാശമല്ല, അത് കപ്പൽ യാത്രികർക്ക് ദിശ അറിയുന്നതിനുള്ള വഴികാട്ടിയാണ്. പ്രിയരെ, അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ട അനേകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകാനായിട്ടാണ് നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ അന്ധകാരത്തിൽപ്പെട്ട് വഴിയേറിയാതെ നടക്കുന്ന അനേകരെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ നമ്മിലെ നല്ല പ്രവൃത്തികളാണ് വെളിച്ചം എന്ന് പരാമർശിക്കുന്നത്. അപ്രകാരം നമ്മുടെ പ്രകാശം മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനുള്ള മുഖാന്തരമായി തീരട്ടെ. അനേകർ ഇരുട്ടിൽ കഴിയുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ അവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.